യൂഷ്വലി എല്ലാവർക്കും ബർത്ത്ഡേക്ക് 1 വയസ്സ് കൂടാറല്ലേ പതിവ്. നമ്മുടെ സാധന മേമയ്ക്ക് ഈ ബർത്ത്ഡേക്ക് പക്ഷെ പ്രായം ഒരുപാട് കുറഞ്ഞു പോയി. എന്തായാലും എല്ലാരും എത്തിയില്ലേ? മുത്തശ്ശനെ വിളിച്ചാലോ കേക്ക് കെട്ടിയാനായിട്ട്? ഞാൻ വിളിച്ചോണ്ട് വരാം. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അച്ഛനെങ്ങാണോ എന്നെ വന്ന് ഈ കോലത്തിൽ കണ്ട എന്തു പറയോ എന്തോ പേടിയാവുന്നുണ്ട്. എന്ത് പറയാനാ? ഒന്നും പറയില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതെ മേമ എന്തിനാ ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് ശരിക്കും നല്ല മടിയുണ്ട് റാം. അച്ഛൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാലോ? അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഐഡൻസിക്ക് കളിക്കുന്നുണ്ടോ? ഭാർഗു, നീ കൊടുത്ത നെക്ലേസ് വിട്ട് വെറുതെ ഇരിക്കുന്നതിന് പകരം ഈ സാധന സീത കൊടുത്ത ജീൻസ് വിട്ടുകൊണ്ടിരിക്കുക. എന്തോ ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാകുന്ന ലക്ഷണമുണ്ട്. മോളെ, എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞത്? ഇതാണല്ലോ സർപ്രൈസ്. ഇന്ന് എന്റെ ക്യൂട്ടേച്ചിയുടെ ബർത്ത്ഡേ ആണല്ലോ. ഓ, സാധനയുടെ ബർത്ത്ഡേയോ? അയ്യോ, കൊള്ളാം മോളെ. നീ വീട്ടിലെത്തിയ ശേഷം ആഘോഷത്തോട് ആഘോഷം. കേക്കോട് കേക്കാ. അത് ശരി, ബർത്ത്ഡേക്കാരെ കാണുന്നില്ലല്ലോ. അതെ, ക്യൂട്ടേച്ചി എവിടെ? എവിടെ പോയി ക്യൂട്ടേച്ചി? ക്യൂട്ടേച്ചി, ക്യൂട്ടേച്ചി ഇവിടെയുണ്ട്. എവിടെ മോളെ? ഇവിടെ. ചേർന്ന് പറയില്ല. എന്താ ഇത്? നീ ഇവിടുത്തെ സാധനം തന്നെയാണോ? അച്ഛാ, അത് ഒന്നും പറയണ്ട, മിണ്ടരുത്. ബർത്ത്ഡേയുടെ അന്ന് എന്ത് കോല ഇത്? ആക്ച്വലി മുത്തശ്ശ, ഇന്ന് മേമയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് ചെയ്യിപ്പിച്ച. സ്പെഷ്യലായിട്ട് തന്നെ തോന്നുന്നുണ്ട് രാമ. അച്ഛാ, സന്തോഷത്തോടെ ജന്മദിനാശംസകൾ മോളെ. താങ്ക് യു അച്ഛാ. 100 വർഷം മിടുക്കിയായിട്ടിരിക്കണം. ഈ പാന്റ് ഷർട്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നാവുന്നില്ലല്ലോ? ഇന്നത്തെ കാലത്തെ കുട്ടികള് ഇങ്ങനെയൊക്കെ നടക്കാറ്. ഇതേതായാലും വളരെ നന്നായി പോണം. എപ്പോഴും ഇവിടുത്തെ വീട്ടുകാര്യങ്ങളെല്ലാം നീ നോക്കുന്നതല്ലേ? നീ സാരി ഉടുക്കുന്നതിനേക്കാൾ എളുപ്പം ഇതൊക്കെ ധരിച്ച് നടക്കുന്നതല്ലേ? കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് ഈ ജീൻസ് ഒക്കെ ഇടുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ഇന്നലെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജീൻസ് എനിക്ക് ഇഷ്ടമാണെന്ന് സീതയോട് പറഞ്ഞിരുന്നു. അവളത് വാങ്ങിക്കൊണ്ടു വന്നു. ഞാൻ ആ സന്തോഷത്തിലെടുത്തിട്ടതാ അച്ഛാ. ഇത്ര ചെറിയ കാര്യങ്ങൾ വരെ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമോടെ? എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പം നമുക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യണം, അനുഭവിക്കണം. നോക്ക് മേമ, മുത്തശ്ശനൊക്കെ എത്ര സന്തോഷായെന്ന്. മുത്തശ്ശ, നിങ്ങൾ ദേഷ്യം പിടിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമായിരുന്നു. ദേഷ്യോ? അയ്യോ, എന്തിനാ മോളെ? അത് പിന്നെ അച്ഛാ, നിങ്ങൾക്ക് ഇവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ആണുങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പെണ്ണുങ്ങൾ അടുക്കളയിൽ സാരി കൊടുത്ത് വീട്ടുകാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയല്ല. അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്കൊരു ബൗൺസർ തന്നെ എറിഞ്ഞു തന്നില്ലേ? പക്ഷേ നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്ത രീതി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നോക്ക്, ആരാണ് ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നത്? അവരെ വഴക്ക് പറയുന്നതൊക്കെ സഹജമാണ്. അച്ഛാ,
അച്ഛന് വിഷമമൊന്നും ആയില്ലല്ലോ? നിനക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന് ഞാനെന്തിനാ മോളെ വിഷമിക്കുന്നത്? ആ, ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന അതിലൊരു തെറ്റുമില്ല. മേമ ഇനി സമാധാനത്തോടെ വന്ന് കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ക്യൂട്ടേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. സാധന മേമ, മേമയുടെ ബർത്ത്ഡേക്ക് ആദ്യം കേക്ക് കഴിക്കുന്നത് മേമ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. മേമ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടേച്ചി. എനിക്കിപ്പോ എന്തിനാ? ആദ്യം എനിക്ക് കൊടുക്ക. എനിക്കിത് വേണ്ട. അതെന്താ നീ? എനിക്ക് ഈ കേക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. ഈ വീട്ടിൽ എപ്പോഴും ഷുഗർലെസ് കേക്കാ കഴിക്കുന്നത്. എനിക്ക് ഈ കേക്ക് ഇഷ്ടമേ അല്ല. അനികേത്, ഇന്നൊരു ഒറ്റ ദിവസം കൂടെ അല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവുള്ളൂ. ഇനി മുതൽ എന്നും നിനക്ക് ഷുഗറുള്ള കേക്ക് കഴിക്കാലോ. എനിക്കൊന്നും വേണ്ട. അനിമോനെ, എടാ ഇത് മധുരമുള്ളതാ, നീ കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ട. ഒരു വീടായി മാറുന്നത്. ഡോൺ വറി. സിഗുട്ടാ, ഇവിടെ വാ. നീ വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി അനിമോനി കേക്ക് കൊടുക്കാം കേട്ടോ. വാ, നീ തന്നെ അവന് കേക്ക് കൊടുക്കണം കേട്ടോ. സീതേ, താങ്ക് യു സോ മച്ച്. ഈ വർഷം എന്റെ ബർത്ത്ഡേ നീ വളരെ സ്പെഷ്യൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. മേമ എന്തിനാ കരയുന്നേ? ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് സീതേ. എന്റെ ബർത്ത്ഡേ നിങ്ങള് ഫാം ഹൗസിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുട്ടിക്കാലം മുതലേ ജീൻസ് ധരിക്കാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നതാ. അത് അച്ഛന്റെ മുമ്പിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നീ സാധിച്ചു തന്നു. ഇതിന് ഞാൻ നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. മേമ, നിങ്ങൾ ഇന്നൊരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം. എന്റെ ഈ സന്തോഷത്തിനൊക്കെ ആയുസ് കുറവാന്നാ തോന്നുന്നത് സീതേ. എനിക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെയാ തോന്നുന്നത്. ചേച്ചി ഉണ്ടായിട്ടും ഞങ്ങൾക്കിടയിൽ ഒരു അകലം ഉണ്ടല്ലോ. കൂടെ തന്നെ നിൽക്കേണ്ട ഭർത്താവ് ഇപ്പോഴും അകലത്താ. പക്ഷെ ഇപ്പോ എനിക്ക് ആ ചിന്തയൊന്നുമില്ല. എന്റെ കൂടെ എന്റെ സീത ഉണ്ടല്ലോ, അത്രയും മതി. ഇത്തവണത്തെ ചടങ്ങിന് സിഹിയും സീതയൊന്നും ഇല്ലാത്തോണ്ട് ഒരു രസമില്ല, അല്ലേ ശാന്തേച്ചി? അത് ശരിയടി ഗൗരി. പക്ഷേ സീതയുടെ വീട്ടിലെ ആഘോഷം അതൊരു ആഘോഷമായിരിക്കും. എന്താണെന്നോ, ദേശായി കുടുംബമല്ലേ, അടിപൊളിയാക്കി നടത്തും. അവരും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. സിഹിമോളുടെ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടിട്ടാ. വൈകുന്നേരം അവരിങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലെന്നേ, അവരുടെ വീട്ടിലും പൂജ ഉണ്ടാവുമല്ലോ. അങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണവും ഇവിടത്തേക്കാൾ കൂടുതലായിരിക്കും. അവള് പൂജയ്ക്ക് ഇങ്ങോട്ട് വന്നാ അത് ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? സിഹിമോളെങ്കിലും പറഞ്ഞയക്കാൻ പറയായിരുന്നു. അവളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആയസം കിട്ടുമായിരുന്നു. സിഹിയും സീതയൊക്കെ അവിടെ ഓരോ തിരക്കിലല്ലേ. സിഹിയെ എവിടെയോ ദൂരെയുള്ളൊരു സ്കൂളിലേക്ക് ചേർക്കാൻ പോവാ. ആണോ? ആന്നേ, ഇവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നപ്പോ അവളെ ഇടയ്ക്ക് പോയി കാണാലോ എന്നുള്ള സമാധാനം എങ്കിലും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സിഹിയെ ദൂരെ ഏതോ ഉള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോവാന്ന.
മുത്തശ്ശി സിയെ ദൂരെ ഏതോ സ്കൂളിൽ ചേർത്തെന്നോ? അപ്പൊ കേട്ടതൊക്കെ സത്യമാണോ? എന്ത് സത്യം? ഇന്നല്ലെങ്കിൽ നാളെ സീത ആ വീട്ടിൽ നിന്ന് പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലാഭവും ഉണ്ടാവത്തില്ല. അതൊന്നുമില്ല. നിങ്ങൾ കുങ്കുമം എടുത്തോണ്ട് വാ. എന്റെ ഭർത്താവ് വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. അയ്യോ അതെ, അവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. എന്ത്? കുട്ടിയെ ദൂരെ ഏതോ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നെന്ന് പറഞ്ഞില്ലേ? അത് ഇവിടുത്തെ സ്കൂളിലൊക്കെ എന്താ കുഴപ്പം? അകത്ത് വെച്ച് മുത്തശ്ശി പറയുന്ന കേട്ടതാ. അതെ, അവൻ പറഞ്ഞതൊക്കെ സത്യമാ. ആദ്യം കുട്ടിയെ പറഞ്ഞയക്കും, എന്നിട്ട് സീതയെ പറഞ്ഞയക്കും. അത് സത്യമായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടിയെ അവൻ എന്തിനു വേണ്ടിയാ കല്യാണം കഴിച്ചത്? എനിക്കെങ്ങനെ അറിയണ ഇതൊക്കെ? ഈ വലിയ വലിയ ആൾക്കാരുടെ കാര്യമൊക്കെ ഇങ്ങനെയാ. പിന്നെ സീത അവിടെ ഉള്ള കാലം കൊണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് ചോദിച്ച് വാങ്ങിയേ പറ്റൂ, മനസ്സിലായോ? ചോദിച്ചു വാങ്ങണം, ചോദിച്ചു വാങ്ങണം. നമുക്ക് കിട്ടേണ്ട ഒന്നും തന്നെ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഓ രാമ, വാടാ, ഇരി. ഇപ്പോ കുഞ്ഞിന്റെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? അവളെ ചേർക്കുന്ന എപ്പോഴാടാ? ഇപ്പോഴാണെങ്കിൽ എല്ലാം സെറ്റായി മുത്തശ്ശ. ഇനി പൂജ കഴിഞ്ഞവൻ അവളെ കൊണ്ടാക്കാൻ അവിടെ. നന്നായിടാ. ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ മുത്തശ്ശ പറ? അവളെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം എങ്ങോട്ടാ പോകുന്നതെന്ന്. അല്ല, നീ നിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടേ ഒരുമിച്ചൊന്ന് കറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞതാ. നിങ്ങൾ രണ്ടാളെയോ ഓഫീസിലെ പോലെ വലിയ ബഹുമാനം കാണിക്കുമല്ലേ? ആ രോഗം ഒന്ന് ഭേദമായി കിട്ടും. അതിനെ രോഗം എന്നൊക്കെ എന്തിനാ മുത്തശ്ശ വിളിക്കുന്നത്? വി ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഒന്ന് പോടാ, പഴയ പോലത്തെ ആൾക്കാരെ പോലെ സംസാരിക്കില്ലേ. ഈ സംസാരത്തിലെ ബഹുമാനമൊക്കെ പുറത്ത് കാണിച്ചാൽ മതി. നിങ്ങള് നോർമലായിട്ട് സംസാരിക്കുക, അതിന്റെ സുഖമൊന്ന് വേറെടാ. നല്ല രസം അത് കാരണം ഈ ഇടയിലുള്ള അകലമൊക്കെ കുറഞ്ഞു കിട്ടും. മുത്തശ്ശ, ഇതൊക്കെ എന്ത് തരം കാൽക്കുലേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദിസ് ഇസ് മ്യൂച്വൽ റെസ്പെക്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചാലേ സ്നേഹം കൂടുള്ളൂ അല്ലെങ്കിൽ കുറയുള്ളൂ എന്നൊക്കെ എന്തിനാ മുത്തശ്ശ വിചാരിക്കുന്നത്? ഡെഫിനിഷൻ ഓഫ് ലവ് ഈസ് ഡിഫറെന്റ് ഫോർ എവറി ഇൻഡിവിജ്വൽ. ഓ, സാറിപ്പോ ഡെഫിനിഷൻ പറഞ്ഞു തരാമെന്നാണോ ഇങ്ങോട്ട്? എന്റെ മുന്നിൽ വളർന്നവനാ നീ. ജട്ടി ഇടാൻ പഠിപ്പിച്ച ഞാനാ? എന്നെ പഠിപ്പിക്കാൻ മാത്രമായ നീ? എന്നെ നീ ഇനി വെറും കിളവനാന്ന് കരുതിയാലും കുഴപ്പമില്ല. ഞാൻ ഉപ്പ് തിന്നത്രയും നീ ചോറ് കഴിച്ചിട്ടുണ്ടാവില്ല. മുഖം നോക്കിയാൻ പറയും ഭാര്യയും ഭർത്താവും എത്ര അടുത്തിട്ടുണ്ട്, എത്ര അകലത്തിലാ നിൽക്കുന്നതെന്നൊക്കെ. സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഒക്കെ വേണം, അത് പ്രധാനമാണ്. പക്ഷെ ജീവിതം അതുമാത്രമല്ല. ദിസ് ഈസ് ടു മച്ച്. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ ഇത്രയും ജീവിച്ചത് തന്നെ വലിയ കാര്യമാണ്. എനിക്ക് എൻ്റെ ഈ കയ്യില് എൻ്റെ കൊച്ചുമോനെ എടുത്ത് ലാളിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലടാ. അത് സത്യമാകണമെന്നേ ഉള്ളൂ എനിക്ക്. എല്ലാരും പൂജയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. ആണോ മോളെ? മോളെങ്ങയില്ല, ഞങ്ങൾ വന്നേക്കാം. ഇവളാ നിങ്ങളുടെ കൊച്ചുമകള്? അതെനിക്കറിയാ. ഇവളെ എന്റെ കൊച്ചുമോള്. പക്ഷെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. അവിടെ ഉള്ളൊരു കാത്തിരുന്ന് മുഷിയും. വാ, എണീക്ക്. വാടാ. തയ്യാറായില്ലേ? ഓ, കണ്ടോ, അമ്മയുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചല്ലേ. അശോക, പ്രിയ, നിങ്ങൾ രണ്ടുപേരും ചടങ്ങിന് വന്നപ്പോ ഒരുപാട് സന്തോഷായി. എങ്കിൽ പൂജ തുടങ്ങിയാലോ അച്ഛാ? ഈ വർഷം നമ്മുടെ പുതിയ മരുമകളായിരിക്കൂലേ പൂജ നടത്തുക. ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്.
അച്ഛാ, സീത തന്നെയാ പൂജ നടത്തുന്നേ. സീതെ, പൂജ തുടങ്ങിക്കോ. മേമ, ഞാനോ? നിങ്ങൾ തന്നെ ചെയ്താ മതി. അല്ല സീതെ, നീയാ പൂജ ചെയ്യണ്ടേ. സീത, ഇത്രയും നാള് നമ്മുടെ ലക്ഷ്മി ദേവി ഭാർഗവിയും സാധനയൊക്കെ ചെയ്ത് പൂജയൊക്കെ സ്വീകരിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഇപ്പൊ നിന്റെ കൈകൊണ്ട് പൂജ നടത്താനായിട്ട് കാത്തിരിക്കുക. ചെയ്യുമോളെ. കൈകൂപ്പി നിൽക്കുക. ചെല്ല്. എന്താടാ? എടാ, സത്യമായിട്ടും സിഹിയെ ദൂരെ സ്കൂളിൽ കൊണ്ടാക്കുവാണോ? ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുക വേണ്ട. എല്ലാ സംഗതികളും സെറ്റായിട്ടിരിക്കുക. അതല്ലടാ, സിഹിയും സീതയും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? വീടിനടുത്ത് വേറെ സ്കൂളൊന്നും കിട്ടിയില്ലേ നിനക്ക്? അല്ലടാ, നിന്റെയും സീതയുടെയും കല്യാണം നടക്കാൻ സിഹിയാണ് കാരണം. ഇപ്പൊ അവളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഡിസിഷൻ നീ എങ്ങനെയാ എടുത്തത്? എന്റെ മോളെ ഞാൻ അകറ്റി നിർത്തുമെന്നോ? മുത്തശ്ശൻ ഓരോന്ന് പറയും. സിഹി അവളുടെ ഇഷ്ടത്തിന് ബോർഡിംഗ് സ്കൂളിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. നീയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ എല്ലാവരും ഇടയിൽ കിടന്ന് ഭ്രാന്ത് പിടിക്കുന്ന എനിക്കാ. കൂൾ. നോക്കടാ, ഒരു കാര്യം ഞാൻ പറയാം. സിഹി ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നതിന് മുമ്പ് അവളെ ഇവിടെ നിന്ന് അകറ്റി നിർത്തുന്നത് ശരിയാണെന്ന് തോന്നില്ല. നീ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നതാണ് ബെറ്റർ. ആലോചിക്കാനുള്ള സമയം വേണ്ടേ? അവൾ ഇന്ന് പോവാൻ വേണ്ടി നിൽക്കുക അവിടെ. ഇത്തവണ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല. എല്ലാ സിംറ്റംസും ഉണ്ട്, പക്ക കൺഫേമാ. പ്രിയ, നീ ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ നിൽക്കണ്ട. ഒന്ന് ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്താ നിനക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അത് കറക്റ്റാ. പക്ഷെ എനിക്ക് ഒരു ഡോക്ടറെ അറിയില്ല സീത. പ്രിയേ, നീ അവിടെ സീതയെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണോ അതോ കട്ട് ചെയ്ത് വെച്ചത് തീർക്കാൻ ഹെൽപ്പ് ചെയ്യാണോ? സോറി മാമ, ഞാൻ കുറച്ച് ഫുഡിയാ. ആക്ച്വലി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയ ടേസ്റ്റ് ചെയ്ത് എല്ലാം കഴിച്ചു തീർക്കും. സോറി, ഒന്നും വിചാരിക്കല്ലേ. അങ്ങനെയാണേ നിന്നെ അടുക്കളയിൽ കേറ്റാനേ പാടില്ല, അല്ലേ സീത? ഞാൻ ആ തലവേദന എടുക്കാറേയില്ല, കഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. മേമ, ഈ പ്രിയെ പോലെ ഒരാളുണ്ടെങ്കിൽ എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും സന്തോഷായിട്ടിരിക്കും. ആസ്വദിച്ച് കഴിക്കുമെന്നേ. കറക്റ്റ്. എവിടെയായിരുന്നു? ഇത്തവണ ഞാൻ പക്ക ഡോക്ടറെ പോയി കാണാനിരിക്കുക. ഞാൻ റെഡിയാ, പക്ഷെ എന്റെ ഭർത്താവ് ഒന്ന് വരണ്ടേ. സാധന അല്ല സാധന, ബാറ്റിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായോ? അച്ഛൻ അവിടെ ബാറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, അച്ഛന്റെ മരുന്നിന്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. കൊടുത്തിട്ട് വരാം. അതിനിപ്പോ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമല്ല സാധന. അച്ഛന്റെ മരുന്ന് ഞാൻ എടുത്തു കൊടുത്തോളാം.
പക്ഷേ ഇപ്പൊ ബാറ്റും പിടിച്ച് പിച്ചിലേക്ക് ഇറങ്ങാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് എന്നോട് പറ. എല്ലാം റെഡി ആയേട്ടാ. സീത ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് റെഡിയായ ഉടനെ വിളിക്കാം. എന്നാൽ ഞാൻ അച്ഛനുള്ള മെഡിസിൻ കൊടുത്തിട്ട് ബാറ്റിങ്ങിന് റെഡി ആയിട്ട് നിൽക്കാൻ പറയാം. അതിന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കിട്ടണ്ടേ? നിനക്കാരെങ്കിലും അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. പ്രിയ, വെറുതെ കണ്ടവരുടെ അടുത്ത് പോകുന്നതിനാ? അല്ല, ഐ എം റിയലി സോറി. എനിക്ക് കാര്യം എന്തെന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളെന്തോ ഗൈനക്കോളജിസ്റ്റ് എന്നോ എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. നമ്മുടെ ഫാമിലി ഡോക്ടർ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഭാർഗവി, സാധന, അവരാ നോക്കിയത്. വളരെ നല്ലൊരു ഡോക്ടറാണ്. നീ ഒരു കാര്യം ചെയ്യ് പ്രിയ, ഭാർഗവിയുടെ റെഫറൻസ് എടുത്തുകൊണ്ട് പോക്കോ. അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ഡോക്ടറുടെ പേര് ഡോക്ടർ അനന്തലക്ഷ്മി എന്നാ. അയ്യോ സീതേ, എന്തു പറ്റി സീത? ശോ, ഇതെങ്ങനെ ഇങ്ങനെ മുറിഞ്ഞത്? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ സീത? അയ്യോ, കുഴപ്പമൊന്നുമില്ല പ്രിയ. അതൊരു ചെറിയ മുറിവല്ലേ? ചെറിയ മുറിവ്, ബ്ലഡ് പോകുന്ന കാണുന്നില്ല നീ.